നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അധ്യായത്തിലൂടെ ചില കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഭഗവാൻ പരാമർശിക്കാനായി പോകുന്നത്. ഈ കാര്യങ്ങൾ കേൾക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കുന്നതല്ല. അപ്പോൾ ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്ന ആ പ്രധാന സന്ദേശങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായും ഒഴിവാക്കാവുന്നതാണ്. ഏവരും ഒരു നിമിഷം ഈ പോസിറ്റീവായ ഊർജം നിറഞ്ഞു നിൽക്കുന്ന സമയം ഭഗവാനെ ഒരു നിമിഷം വന്ദിക്കണം. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. ഭഗവാന് മുന്നിൽ വച്ചിരിക്കുന്ന പ്രാർത്ഥനകൾ ഈ സമയം നിങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അത് നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കുകയും ചെയ്യാം. അപ്പോൾ ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്ന സന്ദേശം നോക്കുമ്പോൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നത് അത് നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കും എന്നുള്ളതാണ്. ഈ സമയം കാണുവാൻ സാധിക്കുന്നത് അത് യാദൃശ്ചികമല്ല. കാരണം ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് ചില അടയാളങ്ങൾ അത് നിങ്ങളിലേക്ക് എത്തിച്ച് തരുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ഈ വാക്കുകൾക്ക് പിന്നിൽ ഭഗവാൻ തന്നെയാണ് ഉള്ളത് എന്ന് പറയാം. കാരണം ഇത് യാദൃശ്ചികമായി നിങ്ങളിലേക്ക് വന്ന് ചേർന്നതല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായ ഒരു ഇടപെടലായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ഒരു കൃത്യമായ വ്യക്തത കൈവരിക്കുവാൻ സാധിച്ചിട്ടില്ല. അത് നിങ്ങളുടെ വിശ്വാസങ്ങളെയും ബാധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ മനസ്സ് വല്ലാതെ വിഷമിക്കുന്നതായ സാഹചര്യമുണ്ട്. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതായ സാഹചര്യം പോലുമുണ്ട്. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. എന്നാൽ ഈ കണ്ണുനീർ ഭഗവാൻ കണ്ടിരിക്കുന്നു എന്ന കാര്യം നിസ്സംശയം പറയാം. അതിനാൽ തന്നെ ഈ അധ്യായത്തിലൂടെ ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകുന്നത് നിങ്ങൾ ഭഗവാന് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഭഗവാന് മുന്നിൽ അർപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനകളുടെ ഒരു ഉത്തരമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഇത് തീർച്ചയായും നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് അത് നിങ്ങൾക്കുള്ള സന്ദേശമായതിനാൽ കൂടിയാണ്. ഈ സമയം ഭഗവാൻ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും കൃത്യമായി അറിയുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊരു മുറിവാണ്. ആഴത്തിലോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരിൽ നിന്നും ഏൽക്കുമ്പോൾ അതിൻ്റെ ആഘാതം ഇരട്ടിക്കും. അത്തരത്തിൽ വളരെയധികം ആഘാതം ഇരട്ടിച്ചിരിക്കുന്ന ഒരു വിഷമം നിങ്ങളുടെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്നതായി കാണുന്നു, ഒളിപ്പിച്ചിരിക്കുന്നതായി കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ വേദനയും നിങ്ങൾ അനുഭവിക്കുമ്പോൾ അത് തീർച്ചയായും ഭഗവാൻ അറിയുന്നുണ്ട് എന്ന കാര്യവും നിങ്ങൾ ഓർക്കണം. ഭഗവാൻ ഒരിക്കലും അത് അറിയാതിരിക്കുന്നില്ല. നിങ്ങൾ തീർച്ചയായും കഠിനാധ്വാനം ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാണ്. കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങൾ കടന്നു വരും എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഈ അധ്വാനത്തിന് തടസ്സം വിഘാതം സൃഷ്ടിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. ഈ സമയം പലരും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇവർ നിങ്ങൾ മനസ്സിലാക്കാതിരിക്കുവാൻ വളരെയധികം പുഞ്ചിരി നിറഞ്ഞ ഒരു മുഖം മൂടിയെടുത്ത് അണിഞ്ഞിരിക്കുന്ന സാഹചര്യമുണ്ട്. ചില കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം സന്തോഷിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ മനസ്സറിഞ്ഞാണോ സന്തോഷിക്കുന്നത് എന്നത് നിങ്ങൾക്ക് ഉത്തരം പറയുവാൻ സാധിക്കുന്നതല്ല. കാരണം തീർച്ചയായും നിങ്ങൾ വിഷമങ്ങൾ കടിച്ചു പിടിച്ച് പലപ്പോഴും സന്തോഷം അനുഭവിക്കുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ തളർച്ച നിങ്ങൾക്ക് മനസ്സിനെ ഏറ്റിരിക്കുന്നതായ ആ മുറിവ് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളാൽ നിങ്ങളിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നതായ ആ വേദന
ഭഗവാൻ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും നിങ്ങളുടെ മനസ്സിന്റെ ഭാരം ഇറക്കി വയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ആ ഭാരം നിങ്ങളെ പല രീതിയിലും ദോഷകരമായി ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഉറങ്ങാൻ പോലും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളും നിങ്ങൾക്ക് വിശദീകരിക്കുവാൻ പോലും സാധിക്കുന്നില്ല. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനാവശ്യമായ ഉത്കണ്ഠകളുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. നിങ്ങൾ ശരിയായ രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് എന്നതാണ് വാസ്തവം. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഹൃദയം തകർന്ന ഒരു സാഹചര്യം പോലുമുണ്ട്. പലപ്പോഴും പല രീതിയിലും പലരും കുത്തി നോവിച്ചിട്ടുള്ളതായ സാഹചര്യമുണ്ട്. പലപ്പോഴും നിങ്ങൾ അവഗണന നേരിടുന്ന സാഹചര്യം, ഒറ്റപ്പെടലും വേദനകളും ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നതായ സാഹചര്യം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് കഴിവുകളുണ്ട്, എന്നാൽ അതാരും അറിയുന്നില്ല എന്നത് വാസ്തവമാണ്. അതെല്ലാം നിങ്ങളിൽ തന്നെ നിലനിർത്തി മുന്നോട്ട് പോകുന്നു. ആരും അറിയാതെ കണ്ണുകൾ നിറയുന്നതായ സാഹചര്യം. ജീവിതത്തിൽ പലപ്പോഴും നിലവിളികളുണ്ട്. അത് പക്ഷേ നിങ്ങൾക്ക് മാത്രമാണ് കേൾക്കുവാൻ സാധിക്കുന്നത്. അത് ഭഗവാനും നിങ്ങളും മാത്രമാണ് കേൾക്കുന്നത് എന്ന് പറയാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങൾ അതിൽ നിന്നും പുറത്ത് കടക്കുവാൻ പരമാവധി ശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ പലപ്പോഴും നിങ്ങൾക്ക് അത് സാധിക്കുന്നില്ല. വളരെയധികം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയും അവസാന നിമിഷം അതെല്ലാം ജീവിതത്തിൽ നിന്നും ഒഴിവായി പോകുന്ന സാഹചര്യം. പല കാര്യങ്ങളാലും ഭാരം നാൾക്ക് നാൾ വർദ്ധിക്കുന്നതായ സാഹചര്യം. അതിനാൽ നിങ്ങൾക്ക് പോലും അതിനെ തരണം ചെയ്യുവാൻ സാധിക്കുന്നില്ല. പലപ്പോഴും സാന്ത്വനമേകേണ്ട അല്ലെങ്കിൽ ആശ്വസിപ്പിക്കേണ്ട വ്യക്തികൾ പോലും കുറ്റപ്പെടുത്തുന്നതായ സാഹചര്യം. നിങ്ങൾക്ക് മുൻപിൽ ഇനി എന്ത് എന്ന ചോദ്യം പലപ്പോഴുമുണ്ട്. ശൂന്യതയാണ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടത് അനിവാര്യമാണ്. പല കാര്യങ്ങളിലും നിങ്ങൾ വളരെയധികം വിഷമങ്ങൾ അനുഭവിച്ചിരിക്കുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ നിങ്ങൾ അനുഭവിച്ചു പോന്നിരിക്കുന്നതായ കാര്യങ്ങളിൽ നിങ്ങളുടെ ചിന്തകൾക്കപ്പുറം ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ രഹസ്യാത്മകമായ ചില കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ സത്യം നിങ്ങൾ അറിയേണ്ടതായ സാഹചര്യമാണ് ഭഗവാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങളുടെ ഊർജം, അതായത് പോസിറ്റീവായ ഊർജം, അതെല്ലാം നിങ്ങളിൽ നിന്നും അകന്നിരിക്കുന്ന അല്ലെങ്കിൽ തടസ്സപ്പെടുത്തിയിരിക്കുന്ന, മറയ്ക്കപ്പെട്ടിരിക്കുന്നതായ സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ഭാഗ്യാനുഭവങ്ങൾക്ക് വിഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സന്തോഷവും സമാധാനവും നിങ്ങളിൽ നിന്നും അകലുന്നു. പല കാര്യങ്ങളെയും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കൊണ്ടുപോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ. പല കാര്യങ്ങളിലും നിങ്ങൾ അടുത്തു നിൽക്കുന്ന വ്യക്തികളിൽ നിന്ന് പോലും പല കാര്യങ്ങളും മറച്ചു പിടിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. പലർക്കും നിങ്ങളോട് അസൂയയുണ്ട്. നിങ്ങളുടെ നന്മയും ഈശ്വരാധീനത്താൽ നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ആ ചൈതന്യം അല്ലെങ്കിൽ പ്രകാശം എന്ന് പറയാം, ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹത്താൽ കടന്നു വന്നിരിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ അസൂയ പൂണ്ട ചില വ്യക്തികളെയും കാണുവാൻ സാധിക്കുന്നു. ഇത്രയധികം വേദനകൾക്കിടയിലും പുഞ്ചിരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യം തന്നെയാണ്. ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ ഇത് സാധ്യമാകുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ പോലും അറിയാതെ അവർ ഒളിപ്പിച്ച് വച്ചിരിക്കുന്നതായ പല കാര്യങ്ങളും അത് നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ഭാഗ്യം എത്ര തന്നെ മറയ്ക്കുവാൻ ശ്രമിച്ചാലും അത് നിങ്ങൾ അവരെ കൊണ്ട് സാധിക്കില്ല എന്നത് വാസ്തവം തന്നെയാണ്. അവർ ചെയ്യുന്നതായ ഏതൊരു തെറ്റായ കാര്യവും
അത് ഭഗവാന്റെ ശ്രദ്ധയിൽ വരാതിരിക്കില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഏതൊരു കാര്യത്തിനും ഒരു അവസാനമുണ്ട്. അത്തരത്തിൽ ഒരു കാര്യത്തിന് അവസാനം കുറിക്കുന്ന സാഹചര്യത്തിലേക്കാണ് പ്രവേശിക്കാനായി പോകുന്നത്. ഈ സമയം അവർ ചെയ്യുന്നതായ അനീതി, അതിനുള്ള ഒരു മറുപടി ഭഗവാൻ നൽകുന്നു. അതിനുള്ള സമയം ആഗതമായിരിക്കുന്നു എന്ന് കാണുന്നു. ഭഗവാൻ പല കാര്യങ്ങളിലും നിശബ്ദനായിരുന്നു എങ്കിൽ പോലും ഭഗവാൻ നിങ്ങളോട് കൃത്യമായി പ്രവർത്തിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും അകറ്റി മാറ്റിയിരുന്ന സമയമുണ്ട്. എന്നാൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ ചില സമയങ്ങളിൽ സാധിച്ചിരുന്നില്ല. ഈ സമയം ആ അന്ധത നിങ്ങളിൽ നിന്നും ഭഗവാൻ മാറ്റുകയാണ്. ഈ സമയം നിങ്ങളുടെ നിശബ്ദത പോലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നു എന്നതാണ് വാസ്തവം. ഈ സമയം ഭഗവാൻ തന്നെയാണ് നിങ്ങളുടെ കാവൽ ഏറ്റെടുത്തിരിക്കുന്നത് എന്നോർക്കുക. അതിനാൽ ഒരിക്കലും ഒരു നെഗറ്റീവായ ഊർജത്തിനും നിങ്ങളുടെ അടുത്ത് പിടിച്ചു നിൽക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. എന്താണോ നിങ്ങളുടെ ശത്രുക്കൾ ഈ സമയം ആഗ്രഹിക്കുന്നത് അതവർക്ക് നടക്കണം എന്നില്ല. കാരണം അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വീഴ്ചയാണ്. തിരിച്ചു കയറുവാൻ സാധിക്കാത്ത വിധമുള്ള പതനമാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് സാധ്യമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും പല കാര്യങ്ങൾക്കും ഒരു ഉത്തരം ലഭിക്കുന്നതായ സാഹചര്യം, പല കാര്യങ്ങളും അവരുടെ മുൻപിൽ തന്നെ അവസാനിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വരാം. പല കാര്യങ്ങളിലും അവർ സമനില തെറ്റി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാം. അത് ഭഗവാന്റെ തിരിച്ചടിയാണ്. അവർക്ക് ഉടലെടുത്തിരിക്കുന്ന ഭയമാണ് അതിൻ്റെ കാരണം എന്ന് പറയാം. പല കാര്യങ്ങളിലും അവർ നിങ്ങൾക്കെതിരെ പ്രയോഗിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ ഭഗവാൻ തന്നെ അവർക്കെതിരെ പ്രവർത്തിപ്പിക്കുന്ന സാഹചര്യം കടന്നു വരികയാണ്. അതിനാൽ തന്നെ ഈ സമയം ഭഗവാന്റെ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാന കാര്യമായി മാറുന്നു. ഈ സമയം നിങ്ങൾ അനുഭവിച്ചതായ കാര്യങ്ങൾ അത് മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ അല്പം പ്രയാസമായിരിക്കും. പലരും ഇതൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് പോലും പറഞ്ഞു പോകാം. എന്നാൽ നിങ്ങളുടെ മനസ്സ് തീർച്ചയായും ചില കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളെയും നിങ്ങൾക്ക്, പ്രത്യേകിച്ചും നെഗറ്റീവായ ഊർജങ്ങൾ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന അവിശ്വാസം, അതൊരിക്കലും നിങ്ങളുടെ ജീവിതത്തെ ഭരിക്കുവാൻ നിങ്ങൾ അനുവദിച്ചുകൂടാ എന്നുള്ളതാണ് വാസ്തവം. നിങ്ങളിൽ കടന്നു വന്നിരിക്കുന്ന ദൈവികമായ ഊർജത്തെ പുറത്തേക്ക് തള്ളിക്കളയുന്ന സാഹചര്യമാണ് ഉള്ളത്. അതായിരുന്നു ഇത്രയും നാൾ സംഭവിച്ചുകൊണ്ടേയിരുന്നത്. ഈ സമയം നിങ്ങൾക്ക് ഏകാന്തത അനിവാര്യമാണ്. ഏകാഗ്രത തിരിച്ചു പിടിക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നിങ്ങൾ ഒരിക്കലും ഭേദമാകില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും തരണം ചെയ്യാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന പ്രയാസങ്ങളാണ് എങ്കിൽ പോലും അത് ഭഗവാന് മുന്നിൽ നിങ്ങൾ ഈ സമയം സമർപ്പിക്കണം. ഈ സമയം ഭഗവാന് മുൻപിൽ അർപ്പിച്ച് സ്നേഹത്തോടെയുള്ള ഭഗവാനോടുള്ള നിങ്ങളുടെ പ്രാർത്ഥന അത് ഭഗവാൻ സ്വീകരിക്കും. ഇനി അങ്ങോട്ടും അത് തുടരുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ഭഗവാനിലുള്ള നിങ്ങളുടെ പൂർണ്ണ വിശ്വാസം അത് ഭഗവാൻ നേരിട്ട് വീക്ഷിച്ചിരിക്കുന്ന സമയമാണ്. ഈ സമയം നിങ്ങളുടെ ദുരിതപൂർണമായ അവസ്ഥകൾക്ക് ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എങ്കിൽ അതിൽ ചില ഭാരമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇറക്കി വയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഭഗവാന്റെ സ്നേഹം നിറഞ്ഞ സാന്നിധ്യം, തലോടൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം രൂപപ്പെടാവുന്നതാണ്. അചഞ്ചലമായ വിശ്വാസം അത് ഭഗവാൻ നിങ്ങൾക്ക് അനുകൂല സാഹചര്യം സൃഷ്ടിക്കും എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്നൊരു ചിന്ത ഒരിക്കലും പാടുള്ളതല്ല.
ഏത് കാര്യത്തിലും താങ്ങായി സാക്ഷാൽ ഭഗവാൻ തന്നെ നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങൾക്ക് എന്താണോ തടഞ്ഞു വച്ചിരിക്കുന്നത് അത് തിരികെ ലഭിക്കാം. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും വർഷങ്ങളുടെ കാത്തിരിപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഗുണകരമായി ഭവിക്കാം. പല കാര്യങ്ങളും ദൂരെയാണ് എന്ന ചിന്ത ഇനി നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം ചില കാര്യങ്ങൾ തൊട്ടരികിലേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യമുണ്ട്. കണ്ണുനീർ പോലും തുടയ്ക്കുന്നതായ സാഹചര്യമുണ്ട്. പലപ്പോഴും കണ്ണുകൾ കരഞ്ഞ് കലങ്ങിയതായ സാഹചര്യമുണ്ട് എങ്കിൽ ഇനി ആ കണ്ണുകളിൽ ഭഗവാന്റെ ചൈതന്യം ദൃശ്യമാകും. നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങാൻ പോകുന്നതായ ആ കാര്യങ്ങൾ അത് ഭഗവാൻ നിങ്ങൾക്ക് സ്നേഹത്തോടെ നിങ്ങളുടെ ഭക്തിയിലുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നൽകുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഈ സമയവും ചില ശത്രുക്കൾ നിങ്ങളെ വിടാതെ പിന്തുടർന്നു എന്ന് വരാം. അവർ നിങ്ങളുടെ ഉയർച്ചയോ അല്ലെങ്കിൽ അനുകൂലമായ കാര്യങ്ങളിലോ താല്പര്യപ്പെടാതെ നിങ്ങളെ വീണ്ടും വഴിതിരിക്കുവാനുള്ള അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള സാഹചര്യം ഒരുക്കി എന്ന് വരാം. അവർ പലപ്പോഴും പല കാര്യങ്ങളും പറയുമ്പോൾ അത് സത്യമാണോ എന്ന് പോലും തോന്നിപ്പോകും. എന്നാൽ പിന്നീടായിരിക്കും അത് അപ്രകാരമല്ല എന്ന് നിങ്ങൾക്ക് പോലും ബോധ്യപ്പെടുക. അത്തരം ചില കാര്യങ്ങൾ തന്നെയാണ് ഈ സമയവും നിങ്ങൾക്കുള്ളത്. അതിനാൽ തന്നെ നിങ്ങൾ ഇതൊന്നും നിരസിക്കാൻ പാടില്ല എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ അത് ശ്രദ്ധാപൂർവം വീക്ഷിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം ഒരു കാര്യം കൂടി പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ മൗനം പല കാര്യങ്ങളിലും ഒരു ആയുധമായി മാറുന്ന സാഹചര്യമുണ്ട്. ചില കാര്യങ്ങൾ പ്രവർത്തിക്കും മുൻപ് നിങ്ങൾ അല്പം മൗനത്തോടെ ഇരുന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. എല്ലാ കാര്യങ്ങളും പരസ്യമാക്കേണ്ടതായിട്ടില്ല. രഹസ്യങ്ങൾ എപ്പോഴും അത് രഹസ്യമായി തന്നെ വയ്ക്കണം. ചില കാര്യങ്ങൾ പുറത്തു വരുന്നത് നിങ്ങൾക്ക് ഭൂഷണമായിരിക്കില്ല, അത് ദോഷമായി തീരാം. അതിനാൽ ചില കാര്യങ്ങൾ പുറത്തു വരാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും പലരും നിങ്ങളോട് അടുത്തിടപഴകുന്നത് ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി കൂടിയാണ്. അത് ഏവരുമല്ല, ചിലർ എന്ന കാര്യം ഓർക്കുക. ഈ സമയം ചില കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ തനിനിറം നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരുവാൻ സാധിക്കും. അത് നിങ്ങളുടെ ഉയർച്ചയെ സൂചിപ്പിക്കുന്നതാണ്. നിങ്ങൾ ഭഗവാനുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ ആത്മീയ തലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമയം തീർച്ചയായും ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. വിശ്വാസത്തിന് തടസ്സം സൃഷ്ടിക്കാവുന്ന പല കാര്യങ്ങളും സംഭവിക്കാം. അതെല്ലാം തരണം ചെയ്ത് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഈ സമയം ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് ഓം നമഃ ശിവായ എന്ന് കമന്റായി നിങ്ങൾ രേഖപ്പെടുത്തി ഭഗവാനെ വന്ദിക്കൂ.